വി ഡി സതീശനും സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ സംസാരിച്ച വ്യക്തി വി മുരളീധരനാണെന്ന് തോന്നുന്നു, BJP നേതാവ് വി മുരളീധരൻ. എന്താണെങ്കിലും മനുഷ്യർക്കൊപ്പമാണ് എന്നാണ് പ്രമേയവും തലക്കെട്ടും വാചകങ്ങളും ഹെഡിങ്ങും ഒക്കെ. പക്ഷേ വി മുരളീധരനെ പോലെയൊക്കെ വാ തുറന്നാൽ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും വർഗീയതയും മാത്രം തുപ്പുന്ന വ്യക്തിയേക്കൊക്കെ കൊണ്ടുപോയി മനുഷ്യർക്കൊപ്പം എന്ന് എഴുതി കഴിഞ്ഞാൽ ഏത് മനുഷ്യർക്കൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. സംഘപരിവാരമാണോ മനുഷ്യർ, അതോ സംഘപരിവാരമല്ലാത്ത ഒരു വിഭാഗമാണോ മനുഷ്യർ എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘപരിവാർ തീട്ടങ്ങളെയൊക്കെ ഈ വേദിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം മാത്രമായാൽ പോരാ, ഈ ലോകത്ത് മനുഷ്യർക്കൊപ്പം മതിയോ? പോരാ, പ്രകൃതിയോടൊപ്പം വേണം, മൃഗങ്ങൾക്കൊപ്പം വേണം. ഈ ലോകത്തോടൊപ്പം നിൽക്കുന്നതേ മനുഷ്യർക്കൊപ്പം മാത്രം നിന്നാൽ മതിയാവില്ല. മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തോടൊപ്പം നിൽക്കണം, പ്രകൃതിയോടൊപ്പം നിൽക്കണം, ഭൂമിയോടൊപ്പം നിൽക്കണം, ആകാശത്തോടൊപ്പം, വായുവിനോടൊപ്പം, വെള്ളത്തിനോടൊപ്പം, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ മനുഷ്യന് തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ. അവിടെ മനുഷ്യർക്കൊപ്പമല്ല, ഈ പ്രപഞ്ചത്തോടൊപ്പമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ തന്നെ നല്ല ഒന്നാം തരം അധിക്ഷേപവാദിയെ, വർഗീയവാദിയെ, വിഷം മാത്രം തുപ്പുന്ന ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് അവസരം കൊടുക്കുന്നതിലൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ളതിൻ്റെ മെസ്സേജ് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി അതോ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണോ, സംഘപരിവാറിനൊപ്പം എന്നുള്ളതാണോ ലൈൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു മനുഷ്യർക്കൊപ്പമല്ല, സംഘപരിവാറിനൊപ്പം എന്നായിരിക്കും എഴുതിയത്, മാറിപ്പോയതായിരിക്കും.